നബിതങ്ങൾ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, അനസേ, ചില കാര്യങ്ങൾ നിന്നോട് ഞാൻ നിർദ്ദേശിക്കുകയാണ്. ജീവിതത്തിൽ അത് കൊണ്ട് നടന്നാൽ തകുൻ മിൻ റുഫഖാഇ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിനക്കെന്റെ കൂട്ടുകാരിൽ പെടാം. ഒന്നാമതായി കൊടുക്കുന്ന വസിയ്യത്ത്, യാ അനസു അസ്ബിഗിൽ വുളൂ യസീദു ഫീ ഉംദിക. അനസേ, വുളൂ പൂർണ്ണമായി എടുക്കണേ, എന്നാൽ ആയുസ്സിൽ വർദ്ധനവ് കിട്ടും. അങ്ങനെ പറഞ്ഞാൽ അല്പം എല്ലാവരും ചെയ്യാൻ പറ്റും. ആയുസ് വർദ്ധിച്ചിട്ടല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, എത്ര കാലാണ് അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. അതും ഒരു പ്രയാസമില്ല, നല്ല സന്തോഷത്തിൽ, നല്ല ആരോഗ്യത്തിൽ, നല്ല സന്തോഷത്തിൽ. ഇസ്ബാഗുൽ വുളൂ, വുളൂ പൂർണ്ണമാക്കിയെടുക്കാൻ. വുളൂയിൽ നിങ്ങൾ നോക്ക്, തുടക്കത്തിലും ഒടുക്കത്തിലുമാണ് കാര്യമായിട്ട് ദിക്റുള്ളത്. മറ്റു അവയവങ്ങൾക്കും ദിക്ർ ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും തുടക്കത്തിലും അവസാനത്തിലുള്ള ദിക്റിൽ ഒരു സംശയമില്ല, ഒരു സംശയമില്ല, ആർക്കും സംശയമില്ല. എല്ലാ പള്ളിക്കലും പെട്ടല്ലോ, മുമ്പല്ലേ എല്ലാ പള്ളി, ഇപ്പൊ എല്ലാ പള്ളിയിലുണ്ട്. മുമ്പ് ദിക്റൊക്കെ പേടിയാണ് ചില ആൾക്കാർക്ക്. ഇപ്പോൾ ഒന്നും പേടിയില്ല, ധൈര്യം എല്ലാവരും ചെല്ലുന്നുണ്ട്. എല്ലാം ചൊല്ലിക്കോട്ടെ, നമുക്കതിൽ മുടക്കൊന്നുമില്ല. മുമ്പ് നിങ്ങൾ കണ്ടിരുന്നു ഏതെങ്കിലും ആ പള്ളിക്കൽ സുബ്ഹാനല്ലാഹ് ചാർട്ടൊക്കെ? ഇപ്പൊ എല്ലാ പള്ളിയിലും ഉണ്ട് ചാർട്ട്. ദ്വാരക്കാ മർക്കത്ത് എന്നുള്ള വസീയത്തുണ്ട്. ലാസ്റ്റ് ആർക്കാ തീർക്കേണ്ടതെന്ന് അറിയില്ല, ദ്വാരക്കാ മർക്കത്ത് എന്നുള്ളതുകൊണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, എന്താണ് ആ കൊടുത്ത വസീയത്ത് എന്നറിയോ നിങ്ങൾ? വുളൂ പൂർണ്ണമായി എടുക്കണം. തുടക്കത്തിൽ ബിസ്മി അഊദു 3, ബിസ്മി 3, ശേഷമുള്ള ദിക്ർ 3 വട്ടം ചൊല്ലുക. അങ്ങനെ ഒരു വുളൂ. നമ്മൾ അങ്ങനത്തെ ഒരു വുളൂ ഒന്ന് കാണാൻ എവിടെയെങ്കിലൊക്കെ തെരഞ്ഞു നടന്നാൽ ചിലപ്പം 10,000-ൽ 1 ഉണ്ടാവും. അത്ര ഉണ്ടാവുള്ളൂ, അത്രയും. ഒരു 200 ആള് വുളൂ എടുക്കുന്നിടത്ത് ഞാൻ അങ്ങനെ നോക്കിയൊന്നു. അവരെങ്ങനെ വാച്ച് ചെയ്തെന്നല്ല, ഞാൻ വേറൊരു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ നോട്ട് അങ്ങോട്ടാക്കി നോക്കിയെന്നതാണ്. കാരണം അവരെങ്ങനെ നോക്കിയെന്നാല് ഇയാൾ ആരതിനെ ഏൽപ്പിച്ചു എന്നൊരു പക്ഷെ ചോദിച്ചാൽ ഞാൻ മടിയായില്ലേ. ഞാൻ അത് നോക്കിയെന്നല്ല, ഞങ്ങൾ നോക്കി എത്ര ആള് ഈ ദിക്ർ ചൊല്ലും. ഒറ്റ ആളുമില്ല. 200 ആള് വുളൂ എടുത്തൊരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയില്ല, ഔദും ബിസ്മിയും ശേഷമുള്ള ദിക്റും ചൊല്ലും ഒറ്റ ഫുലാനുമില്ല. അത്രത്തോളം സുന്നത്തിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞു പോയി. നമുക്ക് എവിടെ ഹുബ്ബ്? അനസ് റളിയല്ലാഹുവിന് കൊടുക്കുന്ന വസിയത്ത് നോക്ക് നിങ്ങൾ. വുളൂ പൂർണ്ണമായി എടുക്കണം, ആയുസ് വർദ്ധിച്ചു കിട്ടും. വുളൂ കഴിഞ്ഞാൽ എപ്പോഴും 2 കൈയും കണ്ണും മേൽപോട്ടുയർത്തി ഖൽബ് നല്ല ഉണർവുണ്ടാക്കി ചൊല്ലേണ്ട മഹത്തായ ദിക്റില്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തൊട്ട് തുടങ്ങുന്ന ദിക്ർ, സ്വലാത്തിൽ അവസാനിക്കുന്ന ദിക്ർ 3 വട്ടം ചൊല്ലണം. അതതിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. വുളൂ എടുത്ത വെള്ളത്തിൽ നിന്നൊരു തുള്ളി കുടിക്കുന്നത്, അതിൽ ശിഫയുണ്ടല്ലോ. ആർക്കാ ഇപ്പൊ ശിഫ വേണ്ട? എല്ലാവരുടെ കയ്യിലും പൈസ അല്ലേ? വളവിന് ഹോസ്പിറ്റലുണ്ട്, പിന്നെന്താ പ്രശ്നം? ആർക്കാ ശിഫ വേണ്ടത്? ഫത്ഹുൽ മീൽ പറഞ്ഞില്ലേ, വുളൂ എടുത്ത വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കണം. ലി ഖബരിൻ ഫീഹി ഇന്ന ഫീഹി ശിഫ, അതിൽ ശിഫയുണ്ട് എന്ന ഹദീസിന് വേണ്ടി. ആരാ കുടിക്കല്? പഴയ കാലത്തൊക്കെ നോക്ക് നിങ്ങൾ, നമ്മളെ നാട്ടിൽ ചെറിയ ഉപകരണം കൊണ്ട് വുളൂ ഉണ്ടാക്കുന്ന പഴയ കാലത്ത് ഉമ്മാമ ഉപ്പാപ്പാരൊക്കെ കൈ ഇങ്ങനെ വടിച്ചിട്ട് വെള്ളം കുടിക്കുവര്. നമ്മൾ നേർക്ക് കാണുന്നതല്ലേ, 2 കൈയും ഇങ്ങനെ വടിച്ചിട്ട് വെള്ളം കുടിക്കും. മോശമായിപ്പോയി നമ്മളെത്തില്ലേ. നമ്മളാണ് പരിഷ്കാരികൾ. അപരിഷ്കാരം മാറ്റണോ? കാമിലായ വുളൂ കൊടുക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. തണുപ്പ് വന്നാലും, നിങ്ങൾ തണുപ്പ് വന്നിട്ടുണ്ടോ? പടച്ചോനെ, അപ്പൊ നിങ്ങളൊക്കെ എന്റെ നാട്ടിൽ കൊണ്ടുപോകണം. മകരമാസത്തിൽ കൂടല്ലൂർ അവിടെ കൊണ്ടുപോയിരുത്തിട്ട് നല്ലൊരു ഭാഗം, എന്നാ വേഗം പലിക്കോ ഭാഗമൊക്കെ. കാരണം നിങ്ങൾ ഇങ്ങനെ അളകുന്ന എല്ലാവരും കൈയും കാലൊക്കെ നല്ല ആക്ഷൻ ഉണ്ടാവും, ഒരു എക്സസൈസ് ആവും. ചില ആൾക്കാർ ചുണ്ടും വറക്കും, ചില ആൾക്കാർ പല്ലും ഇങ്ങനെ കിട്ടുകിട്ടുകാരും വറക്കും. ചുണ്ടും പൊട്ടും കാലും പൊട്ടും ഒക്കെ പൊട്ടും. അങ്ങനെ മകരമാസത്തിലെ തണുപ്പ് അങ്ങനെയല്ലേ? അവിടെയൊക്കെ പേരും തണുപ്പാണ്. പുതച്ചാലും ചിലപ്പോൾ ആൾക്കാർക്ക് പൊതിച്ചിട്ടില്ല എന്നേ തോന്നുള്ളൂ. 3 പൊതുപ്പൊക്കെ പുതച്ചാലും ഒറ്റ പൊതുപ്പായില്ല തോന്നുന്നു. അത്രയും നല്ല തണുപ്പാണ്. ഇവിടെ ഇപ്പൊ തണുപ്പൊന്നുമില്ല, അവിടെ ഒരു കുളിരിന്റെ തണുപ്പാണ്. അള്ളാഹു സന്തോഷം നൽകട്ടെ. സഹോദരങ്ങളെ, തണുപ്പ് കാലമാണെങ്കിലും വുളൂ ഒന്നിൽ ചുരുക്കാതെ 3 വട്ടം തന്നെ കഴുകുക, 3 വട്ടം തന്നെ തടവുക. തടവൽ പൂർണ്ണമായി തടവാൻ ശ്രമിക്കുക. കഴിവിന്റെ പരമാവധി കൈയൊക്കെ കയറ്റിക്കേകുക, മുഖവും കാലൊക്കെ കയറ്റിക്കേകുക. ഇതൊക്കെ ഇസ്ബാഗുൽ വുളൂവിന്റെ ഭാഗമാണ്. തേച്ച് കൈകൾ നിർബന്ധമാണെന്ന പക്ഷം അപ്പുറത്തുള്ളത് കൊണ്ട് തേച്ച് കൈകാൻ വല്ലാതെ ശ്രദ്ധിക്കുക. അതേ, സൂക്ഷിച്ചു കഴുകേണ്ട ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചു കഴുകുക.
ഇങ്ങനെയുള്ള ഇസ്ബാഗുൽ വുളു ഉണ്ട്, വുളു പൂർണ്ണമായി എടുക്കുന്നുണ്ടോ, ആയുസ്സിൽ വർധനവ് കിട്ടും മനസ്സേ. ഒരുപാട് കാലം അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുണ്ട്. സഹാബിമാരിൽ അവസാനം വഫാത്തായി എന്ന പട്ടികയിൽ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരും ഉണ്ട്. സഹോദരങ്ങളെ, 100-ലധികം വർഷം ജീവിക്കാനൊക്കെ വലിയ തൗഫീഖ് ലഭിക്കുന്നതിന്റെ ഒരു ഭാഗമല്ലേ? അത്രയും കൊല്ലം നന്മകളുമായി സംബന്ധിക്കാൻ, നബിതങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ, മദീന്റെ സദസ്സിൽ കൂടാൻ ചെറിയ ഭാഗ്യമാണോ അത്? അവിടുത്തെ സുന്നത്തുകളെ പുനരുജ്ജീവിപ്പിക്കാൻ വലിയ സന്തോഷമല്ലേ? രണ്ടാമത്തെ വസിയ്യത്ത്, അനസേ ഇദാ ലഖീത അഹദൻ മിൻ ഉമ്മത്തി ഫസല്ലിം അലൈഹി, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ നീ കണ്ടാൽ സലാം പറയാതെ വിടരുതേ. യക്തുറു ഹസനാതുക, നന്മകൾ ധാരാളമായി കിട്ടും മനസ്സേ. സഹോദരങ്ങളെ, ആരോടാണ് സലാം പറയൽ? ഇന്ന് നമ്മൾ എത്ര ആളെ കണ്ടു, എത്ര ആൾക്ക് ഫോൺ ചെയ്തു? സലാം പറയാൻ പറ്റിയ ആളുകളല്ലേ 90%. തുടക്കത്തിലൊരു സലാമും ഒടുക്കത്തിലൊരു സലാമും പറഞ്ഞൂടെ? മിക്ക ആൾക്കാർ ഓക്കെ ഓക്കെ എന്ന് പറയും. എന്തു ഓക്കെ, എന്തു ഓക്കെ എന്ന് പറയുന്നത്? ചില ആൾക്കാർ ഒരു ജവാബില്ല, ഒരു കബൂലില്ല, അല്ലാതെ കട്ടാക്കൂ. സലാം പറഞ്ഞ് ശീലിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നന്മകൾ പെരുക്കുന്നതിന് കണക്കുണ്ടാകൂല. നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു, ആഖിറത്തിൽ ഇത്ര നന്മ ഞാൻ ചെയ്തോ, അത്രയും നന്മകൾ ഉണ്ടാവും. രണ്ടാമത്തെ വസിയ്യത്ത്. മൂന്നാമത്തെ വസിയ്യത്ത്, അനസേ ഇദാ ദഖൽത ബൈതക ഇദാ ദഖൽത അലാ ഇദാ ദഖൽത ബൈതക ഫസല്ലിം അലാ അഹ്ലിക തക്സുറു ഖൈറു ബൈതിക. എപ്പ വീട്ടിലേക്ക് പ്രവേശിച്ചാലും വീട്ടുകാർക്ക് സലാം പറഞ്ഞോ അനസേ, വീട്ടിലെ നന്മ പെരുത്ത് പെരുത്ത് വർദ്ധിക്കുന്നതാണ്. അതിന് നമ്മളെ ഹജ്ജിനൊക്കെ പോകേണ്ടി വരും, ഒരു സലാം പറഞ്ഞു. അല്ലെങ്കിൽ ഉംറക്കൊക്കെ പോകേണ്ടി വരും, അല്ലെ ഏതെങ്കിലും ജയിലിൽ നിന്ന് മോചിപ്പിച്ചു വരേണ്ടി വരും. അല്ലാതെ ഇവിടെ സലാം പറയുന്നു? ആരാ സലാം പറയുന്നു? ഇന്ന് പോലെ 4 വട്ടം ഇറങ്ങിയൊന്നുമില്ല, എത്ര സലാം പറഞ്ഞു? നമ്മൾ രാവിലെ ഇറങ്ങിപ്പോന്നവരല്ലേ, സലാം പറയണ്ടേ? ഞാൻ ഇന്നും എന്റെ ഉമ്മാക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്, തുടക്കത്തിൽ സലാം ഒടുക്കത്തിൽ സലാം പറഞ്ഞു. ഭാര്യയ്ക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്, തുടക്കത്തിൽ സലാം ഒടുക്കത്തിൽ സലാം പറഞ്ഞു. അതവരെ ശീലമാക്കിയെടുക്കുക എന്നതും കൂടി നമ്മളൊരു ലക്ഷ്യമാണ്. കുട്ടികൾ മദ്രസയിലേക്ക് പോകുമ്പോ പോകാം, എന്നാ ഒരു സലാം പറഞ്ഞു പോകാം. ആര് ബുക്ക് എടുത്തോ, പേപ്പർ എടുത്തോ? ആ. ഒരാള് ഗൾഫിലേക്ക് നമ്മളെ സഹോദരൻ പോവുകയാണെങ്കിലും ഫിഷിംഗ് ബസ് ഒക്കെ അല്ലേ, ആ എന്നാ ഇറങ്ങിക്കൂട്. എല്ലാവർക്കും ഒരു സലാം പറയുന്നല്ല, എന്നാ ഇറങ്ങിക്കൂട്. സലാം എപ്പോഴും നമ്മൾ വ്യാപിപ്പിക്കണം, അവിടൊക്കെ ചാൻസ് മുതലാക്കണം. കുട്ടികളോട് എല്ലാരോടും അങ്ങനെ പറയണം. ഒരു കുട്ടി അങ്ങനെ വന്നാൽ സലാം പറയാതെ എന്താ സലാമൊന്നും ഇല്ലാത്തത്? അപ്പൊ അസ്സലാമു അലൈക്കും പറഞ്ഞാൽ ആ ഒരു ബോധം കൽബിൽ പിന്നുണ്ടാകും. അങ്ങനെ ശീലിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്, അത് വലിയ ഖൈറാണ്. എപ്പ വീട്ടിൽ കയറിയാലും മനസ്സേ കുടുംബക്കാർക്ക് സലാം പറയണേ, വീട്ടിൽ വല്ലാതെ ബറക്കത്തുണ്ടാകും. കയറി ചെല്ലുമ്പോഴേക്കന്നെ അസ്സലാമു അലൈക്കും എന്നല്ലേ പറയുന്നത്. മാത്രമല്ല, അങ്ങനെ കയറിയിട്ട് അസ്സലാമു അലൈക്കും പറയുമ്പോ അഥവാലെ ഭാര്യയെ മറ്റോലെങ്ങനെ ചൂട് പിടിച്ചിട്ടാണ് ഈ സലാമോട് തണുക്കും ചെയ്യും. എത്ര പെട്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കി. അല്ല, ഈറ്റിൽ നിൽക്കുക. നമ്മൾ നേരത്തെ ഫോൺ ചെയ്തപ്പോഴൊക്കെ ഭയങ്കര ഈറ്റിലാണ്. മക്കളെ കാര്യം പറഞ്ഞപ്പോ എന്തോ ഒരു കുസൃതി വെച്ചു. നമ്മൾ ചെന്ന് വാതിൽ അസ്സലാമു അലൈക്കും, അതാകെ തണുത്തുപോയി. പിന്നെ ആ ചൂട് പറ്റ കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞത്? ആരാ കുറച്ചത്? അല്ലാഹുത്തആല കുറച്ചുപോയി. പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് സംസാരങ്ങളൊക്കെ നന്നായി. പിന്നെ കുറെ കഴിഞ്ഞിട്ട് കഥ പറയുന്നത് തന്നെ. അപ്പോഴേക്കും ഒരു ചൂട് പോയില്ലേ? സുഹൃത്തുക്കളെ, അതിനൊക്കെ നല്ലതാണ് സലാം പറയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, എപ്പോഴും തങ്ങൾ കയറി വരുമ്പോ സലാം പറയും. ഒരിക്കൽ അതിനൊരു മാറ്റം ഉണ്ടായി. സഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി തങ്ങൾ വന്നിട്ട് വാതിൽക്കൽ പിടിച്ചിങ്ങനെ ഒരു നൃത്തം, ഒരു മിണ്ടാട്ടുമില്ല, വല്ലാത്തൊരു ഗൗരവം മുഖം നോക്കുമ്പോ. ഞാൻ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മാതാ അദ്നബതു, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്ത് തെറ്റ് ചെയ്താലും തങ്ങളോടും അള്ളാഹിനോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു. അത്തൂബു ഇലല്ലാഹി വഇലാ റസൂലിഹി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും ഞാൻ പശ്ചാത്തപിക്കുന്നു.
റസൂലുള്ളാഹിനോട് പശ്ചാത്തപിക്കാൻ പാടില്ല എന്നാ ചിലര് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹുവിനക്ക് ആ വിശ്വാസക്കേടൊന്നുമില്ല. അസൂബു ഇലല്ലാഹി വഇലാ റസൂലിഹി, അള്ളാഹുലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കും ഞാനിതാ പശ്ചാത്തപിക്കുന്നു. എന്ത് തെറ്റാ നബിയെ ഞാൻ ചെയ്തത്? പറഞ്ഞ വാക്ക് തെറ്റാണെങ്കിൽ ആദ്യം തിരുത്തൂലേ? എന്ത് തെറ്റാ നബിയെ ഞാൻ ചെയ്തത്? എന്താണ് ഇന്ന് സലാം പറയാത്തത്? എന്താ വിശേഷങ്ങളൊന്നും ചോദിക്കാത്തത്? ഇങ്ങനെ ഒരു സ്വഭാവം തങ്ങളിൽ കാണാറില്ലല്ലോ. അപ്പയാണ് തങ്ങൾ ഗൗരവത്തോടെ ചോദിക്കുന്നത്, മഹാദിഹിന്നും റുഖാ, ഈ വിരിച്ച വിരിയുണ്ടല്ലോ, ജീവനുള്ള ജീവിയുടെ ചിത്രങ്ങൾ കൊത്തിവെച്ച ഈ വിരിയില്ലേ, ഇതാരാണ് ആയിഷ ഇവിടെ വിരിച്ചത്? ഞാൻ തന്നെയാണ് നബിയേ. കാരണം റോമക്കാരും പേർഷ്യക്കാരും പല നാട്ടുകാരും എത്യോപ്യക്കാരും രാജാക്കന്മാരുടെ പ്രതിനിധി സംഘങ്ങൾ വരുന്നൊരു വീടാണിത്. ഈ വീട്ടിൽ വരുമ്പോ സിമന്റ് തേക്കാത്ത, കുമ്മായം തേക്കാത്ത, വെറും ചളിമണ്ണും അതുപോലെ തന്നെ കല്ലും വെച്ച് പടുത്തു വെച്ച ഈ ഒരു ചുമര് കാണണ്ടാന്ന് കരുതിയിട്ട് അവിടെ ഒരു മറയായിക്കോട്ടെ എന്ന് കരുതി ഞാൻ വിരിച്ചതാണ്. ആയിഷ, ഇത് ചെറിയൊരു വിഷയം അല്ല. ഇന്ന സ്വഹാബ ഹാദിഹി സുവരി യുഅദ്ദബൂന യൗമൽ ഖിയാമ. ഈ കൊത്തിവെച്ച ആളുകളില്ലേ, എംബ്രോയിഡറി ചെയ്തിട്ട് ഈ ചിത്രങ്ങളൊക്കെ ഈ തുണിയിൽ പിടിപ്പിച്ചവരില്ലേ, ജീവനുള്ള ജീവിയുടെ ഫോട്ടോകൾ വെച്ച് പിടിപ്പിച്ചവരില്ലേ, ഖിയാമത്ത് നാളിൽ ഇവര് ശിക്ഷിക്കപ്പെടും ആയിഷ. അവര് ഉത്തരം മുട്ടുന്ന ശിക്ഷയാണ് അല്ലാഹു കൊടുക്കുന്നത്. അവരോടല്ല പറയും, അഹ്യൂ മാ ഖലഖ്തും, നിങ്ങൾ പടച്ചതിന് നിങ്ങളൊന്ന് ജീവനിടൂ. അവർക്കാർക്കും ജീവനിടാൻ കഴിയൂല. റബ്ബിന്റെ മുന്നിൽ അവര് മുട്ടുമടക്കിപ്പോയി. ആയിഷ റളിയല്ലാഹു അൻഹ വേഗം അത് ഊരിക്കളഞ്ഞു. അതേ നിലത്ത് ചവിട്ടാൻ പറ്റുന്ന ചവിട്ടിയാക്കി മാറ്റി എന്നും കാണാം. അപ്പയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാതിരുന്നത്. എല്ലാ സമയത്തും സലാം പറയാറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 5 തവണ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങാറുണ്ട്, പള്ളിയിൽ നിന്ന് ആ വീട്ടിലേക്കും കയറാറുണ്ട്. അപ്പൊ 10 തവണ ചുരുങ്ങിയത് തങ്ങൾ സലാം പറയാറുണ്ട്. സലാം പറയാതെ കയറി വന്നാണ് ഉന്തി പുറത്താക്കാൻ പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം പറയാതെ അങ്ങ് കയറുന്നു. അപ്പൊ അവിടെയുള്ള അടിമസ്ത്രീയോട് പറഞ്ഞു, അയാൾക്ക് ഒന്ന് വീട്ടിലേക്ക് കയറണം, അത് പഠിപ്പിച്ചെടുക്കാൻ പറഞ്ഞു. അടിമസ്ത്രീ നടക്കി അങ്ങോട്ട് നടക്കി ഡിവേഴ്സാക്കിയിട്ട് അവിടെ നിൽക്കണം. ഇനി തലക്കെന്ന് തുടങ്ങണം. അസ്സലാമു അലൈക്കും അദ്ഖുൽ പറയും. അസ്സലാമു അലൈക്കും അദ്ഖുൽ, സലാം പറഞ്ഞു തുടങ്ങി. ഇനി കയറിക്കൊള്ളിന്ന് പറഞ്ഞു. ഇതൊരു ശൈലിയാണ്, ഇത് പഠിപ്പിക്കേണ്ടതാണ്. എപ്പോഴും നമുക്ക് വേണ്ട ശൈലിയാണ്. ഒരാൾ തുമ്മി അൽഹംദുലില്ലാ പറയാൻ മറന്നുപോയി, നമ്മൾ ഉണർത്തിക്കൊടുക്കണം. അൽഹംദുലില്ലാ ഉണർത്തിക്കൊടുക്കുന്നത് നമുക്ക് വലിയ കൂലിയാണ്. അങ്ങനെയാണ് അൽഹംദുലില്ലാ ചൊല്ലിയാൽ റഹമുക്കല്ലാഹ് എന്നും പറയണം. അപ്പൊ നമുക്ക് ആ ദുആയും കിട്ടിപ്പോയി, സന്തോഷം കിട്ടിപ്പോയി, വലിയ റാഹത്ത് കിട്ടി. ഇങ്ങനെ സലാം പറയുന്നത് വ്യാപിപ്പിക്കണം. മറ്റൊന്ന് അനസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അനസേ, കഴിയുമെങ്കിൽ രാത്രിയിലും പകലിലും നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം. എന്നാൽ യുഹിബ്ബുക ഹാഫിളാക്ക്, നിങ്ങളെ കൂടെ നടക്കുന്ന ഹഫളത്തിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾ നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടും. മനസ്സേ, കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ അധികരിപ്പിക്കണം. മനസ്സേ, അസുറിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് നബി തങ്ങൾ ദുആ ചെയ്തില്ലേ, റഹിമല്ലാഹു റഅൻ യുസല്ലി ഖബ്ലൽ അസ്രി അർബഅ, അസുറിന്റെ മുമ്പ് 4 റക്അത്ത് റവാത്തിബ് നിസ്കരിക്കുന്ന ആൾക്ക് അല്ലാഹ് ബറക്കത്ത് ചെയ്യട്ടെ. സുബ്ഹിന്റെ സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് അയാൾക്ക് ലഭിക്കുന്നത് ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ദുനിയാവിനെക്കാളും അതിൽ മൊത്തമുള്ളതിനേക്കാളും വലിയ ഖൈറാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. ളുഹറിന്റെ ശേഷമുള്ള ഒരു സുന്നത്ത് നബി തങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ട് അസ്റിന്റെ ശേഷം നബി തങ്ങൾ അത് മടക്കി നിസ്കരിച്ചല്ലോ. ഇത് സുന്നത്തിനോടുള്ള വലിയ താല്പര്യം നമുക്കുണ്ടാകണം. അല്ലാഹ് നമുക്ക് താല്പര്യം ഏറ്റി തരട്ടെ. അത് ജീവിക്കുന്നൊരു മഹബത്താണ്, ഖൽബിലുള്ള മഹബത്തല്ല, ജീവിക്കുന്നൊരു മഹബത്താണ്. ഖൽബിലുള്ള മഹബത്ത് അധികരിക്കാനും അതൊരു കാരണമാണ്. ഞാൻ ഈ ശൈലി ചെയ്യുന്നത് ഏത് നേതാവിൻ്റെതാണ്, ഞാൻ ഈ ഇരുത്തം ഇരിക്കുന്നത്, ഞാൻ ഈ വാക്ക് ചൊല്ലുന്നത്, ഞാൻ ഈ കിടത്തം കിടക്കുന്നത് ഒക്കെ ഒരു നേതാവിന്റെ മാതൃകയാണല്ലോ. അതുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും മൗനാനുവാദങ്ങളിലൊക്കെ ആ നേതാവിനോടുള്ള ഇത്തിബാഅ് കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയണം. മറ്റൊന്ന് അനസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, അനസേ ബിതു ത്വാഹിറാ,
രാത്രി ഉറങ്ങുമ്പോ ഉള്ള ആളായിട്ട് ഉറങ്ങണേ. അഥവാ രാത്രി നീ മരിക്കുകയാണെങ്കിൽ മുത്ത ഷഹീദാ, ഷഹീദായുടെ മരിക്കാൻ കഴിയും മനസ്സേ. ശുഹദാഇന്റെ സ്ഥാനം നിനക്കുണ്ട് മനസ്സേ. മറ്റൊരു ഉപദേശം വവക്കിരിൽ കബീറ വർഹമിസ് സഗീർ, ചെറിയവരോട് കരുണ കാണിക്കണം, വലിയവരെ ബഹുമാനിക്കണേ. എന്നാൽ തകുൻ മിൻ റുഫഖായി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്റെ കൂട്ടുകാരിൽ ഇടം പിടിക്കാൻ കഴിയും, എന്റെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ചേരാൻ കഴിയും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന വസിയ്യത്താണ്. ഈ വസിയ്യത്തൊന്നും ചെറിയ വസിയ്യത്തല്ല. ജീവിതകാലം മൊത്തം അനസ് റളിയല്ലാഹു അൻഹു പാലിച്ചുപോയി.